എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ? ക്ഷമ ഒരു വിട്ടയക്കലാണ്. നടപടികൾ സ്വീകരിക്കുന്നതോ നടപടികൾ എടുക്കുന്നതോ അല്ല. നിനക്ക് സൗജന്യമായി ലഭിച്ചത് നീ സൗജന്യമായി കൊടുക്കുന്നതാണ് ഫൊർഗീവ്നെസ് അഥവാ ക്ഷമ. ദൈവം നിങ്ങളോട് ക്ഷമിച്ചത്, ദൈവം നിങ്ങളുടെ അനവധി പാപങ്ങളെ നിങ്ങളോട് പൊറുത്തത് നിങ്ങൾ എന്ത് ദൈവത്തിന് കൊടുത്തിട്ടാണ്? സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കുന്ന ഒന്നാണ് ക്ഷമ. എൻ്റെ ഇത്രയും പാപങ്ങളും എൻ്റെ ഇത്രയും കുറവുകളും എൻ്റെ ഇത്രയും ദോഷങ്ങളും നിനക്കെന്നോട് ക്ഷമിക്കാമെങ്കിൽ, എന്നോട് എന്തോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, എന്തോ ഒരു നോട്ടത്തിൻ്റെ പേരിൽ, എന്തോ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഞാൻ പിണങ്ങിയിരിക്കുന്ന ആ മനുഷ്യനോട്, ആ സഹോദരിയോട്, ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ലേ? ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അധികം കടങ്ങൾ എനിക്ക് ഇളച്ചു തന്ന എൻ്റെ ദൈവം, അധികം കടങ്ങൾ വിമോചിപ്പിച്ച എൻ്റെ ദൈവം എന്നോട് ഈ ചെറിയ കണക്ക് ചോദിക്കില്ലേ? നമ്മൾ എവിടെയോ കാണിച്ച ചില എടുത്തുചാട്ടങ്ങളല്ലേ ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും, ബന്ധുക്കൾ ശത്രുക്കളായതും, മിത്രങ്ങൾ ശത്രുക്കളായതും, ബന്ധങ്ങൾ ബന്ധനങ്ങളായതും. എന്നാൽ നമ്മുടെ ദൈവം നമ്മളോട് ആ നിലയിൽ പെരുമാറിയിരുന്നു എങ്കിൽ എത്രയോ ദിവസങ്ങൾ നാം പ്രാർത്ഥിക്കാതെയിരുന്നു. എന്തെല്ലാം പാപങ്ങൾ മുൻകാലങ്ങളിൽ കർത്താവിലേക്ക് നിങ്ങൾ വരുന്നതിന് മുൻകാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തു. ദൈവത്തിലേക്ക് വന്നതിന് ശേഷവും എത്രയോ തെറ്റുകളും കുറവുകളും നിങ്ങളിൽ സംഭവിച്ചു കാണും. ഇതെല്ലാം നിങ്ങളെ പോലെ ദൈവം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് ഇതെല്ലാം ഓർത്തിരുന്ന് ഇതിന്റെ പുറകെ ഒരു വടിയുമായി ദൈവം നടന്നിരുന്നെങ്കിൽ അടി കൊള്ളാനല്ലേ നേരം കാണുള്ളായിരുന്നു. അപ്പോൾ ക്ഷമയെന്ന് 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ 100 താലന്ത് കടം മേടിച്ചവനോട് ക്ഷമിക്കുന്നു, അവനെ വിട്ടയക്കുന്നു, നടപടികൾ കൈക്കൊള്ളുന്നില്ല. അതാണ് മത്തായി 18:35 യേശു പറയുന്നത്, നിങ്ങളിൽ ഒരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ദൈവം എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണോ? പറ. ദൈവം എൻ്റെ അകൃത്യങ്ങളെ എന്നോട് ക്ഷമിക്കണം? ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ദൈവം എന്നോട് ക്ഷമിക്കണമെങ്കിൽ, ദൈവം എൻ്റെ പിഴവുകളെ എന്നോട് പൊറുക്കണമെങ്കിൽ, എൻ്റെ സഹോദരനോട് ഞാൻ കാണിക്കുന്ന, എൻ്റെ സഹപ്രവർത്തകനോട് ഞാൻ കാണിക്കുന്ന, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് ഞാൻ കാണിക്കുന്ന എൻ്റെ മനോഭാവം എന്താണോ ആ അളവുകോലിലാണ് ദൈവം എന്നോടും ക്ഷമിക്കുന്നത്. ഞാൻ ഈ ഹാൻഡ് കർച്ചീഫ് എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഇത് ഒരാളോടുള്ള ക്ഷമയാണ്, അൺഫർഗീവ്നെസ് ആണ്. ക്ഷമിക്കില്ല അവനോട്, പൊറുക്കില്ല അവൻ എന്നോട് പറഞ്ഞു, മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇതെൻ്റെ ഹൃദയമാണെന്ന് കൂട്ടിക്കൊള്ളുക. എൻ്റെ ഹൃദയത്തിൽ നിറയെ, ഈ കയ്യിൽ ഈ ഹാൻഡ് കർച്ചീഫ് ഇരിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ നിറയെ ആ വ്യക്തിയോടുള്ള പകയും വിദ്വേഷവും നിറഞ്ഞിരിക്കുന്നിടത്തോളം ഐ ആം നോട്ട് ഫ്രീ. ഇത് എൻ്റെ കരമാണെന്ന് തന്നെ കൂട്ടണം. പക്ഷെ നിങ്ങളുടെ ഭാവനയിൽ ഇതിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഒരാളോടുള്ള കയ്പ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നതാണ്. പെട്ടെന്ന് ഇവിടെ ഒരു ആർക്കോ കുഞ്ഞ് ജനിച്ചു. ആ സമയത്ത് ഒരു സ്വീറ്റുമായിട്ട്, ലഡുവുമായിട്ട് ഒരാൾ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, എനിക്കെങ്ങനെ ആ ലഡു എടുക്കാൻ പറ്റും? ഇതെന്റെ കയ്യിലിരിക്കുന്നു. ഞാൻ ചിലത് വിടാതെ എൻ്റെ കയ്യിലേക്ക് ദൈവത്തിന് ചിലത് തരാൻ കഴിയുകയില്ല.
നിങ്ങളിൽ ചില വിഷയങ്ങളിൽ നിന്ന് കർത്താവ് പുറത്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, എത്ര പ്രാർത്ഥിച്ചിട്ടും പൊട്ടാത്ത ചില ബന്ധനങ്ങളുണ്ട്. എത്ര ഉപവസിച്ചിട്ടും മാറാത്ത ചില രോഗങ്ങളുണ്ട്. എത്ര കരഞ്ഞു കൂവിയിട്ടും മുന്തിയ പാസ്റ്റർമാരെ കൊണ്ടുവന്ന് തലയ്ക്ക് പിടിപ്പിച്ചിട്ടും അഴിയാത്ത കേസുകളുണ്ട്. ഇതഴിയപ്പെടണമെങ്കിൽ ദൈവം എൻ്റെ അകൃത്യങ്ങളെ എന്നോട് ക്ഷമിക്കണം. ദൈവമക്കളെ, ഞാൻ ഈ പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ദൈവം എന്നോട് ക്ഷമിക്കണമെങ്കിൽ, ദൈവം എൻ്റെ പിഴവുകളെ എന്നോട് പൊറുക്കണമെങ്കിൽ, എൻ്റെ സഹോദരനോട് ഞാൻ കാണിക്കുന്ന, എൻ്റെ സഹപ്രവർത്തകനോട് ഞാൻ കാണിക്കുന്ന, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് ഞാൻ കാണിക്കുന്ന എൻ്റെ മനോഭാവം എന്താണോ ആ അളവുകോലിലാണ് ദൈവം എന്നോടും ക്ഷമിക്കുന്നത്. അത് യേശു തൻ്റെ പ്രാർത്ഥനയിലും പഠിപ്പിച്ചു. യേശു തൻ്റെ പ്രാർത്ഥനയിൽ ശിഷ്യന്മാർ പറഞ്ഞു, യോഹന്നാൻ അവരുടെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ മത്തായി 6:12 യേശു പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. എന്റെ കടക്കാരനോട് ഞാൻ എങ്ങനെ ക്ഷമിച്ചിരിക്കുന്നുവോ, എനിക്കിട്ട് പണി തന്ന ആളിനോട് ഞാൻ എങ്ങനെ പൊറുത്തിരിക്കുന്നുവോ, അതേ അളവുകോലിൽ ദൈവം എന്നോടും ക്ഷമിക്കുകയാണ്.